ഹായ്, നമുക്കിന്ന് ഗ്ലോബൽ വില്ലേജിലേക്ക് ഒരു യാത്ര പോയാലോ? ഞാൻ ആദ്യമായിട്ടാട്ടോ ഗ്ലോബൽ വില്ലേജിലേക്ക് പോണത്. അവിടെ ചെന്നിട്ട് നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാവരുടെ കയ്യിലും ഓരോ പാസ്പോർട്ട് ഉണ്ട്. ഇതെന്താണെന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഓരോ രാജ്യത്തിൻ്റെയും ഒരു സീല് നമുക്ക് അടിച്ചിരുന്നു പറഞ്ഞത്. അപ്പോൾ നമുക്കും തോന്നി ഒരു പാസ്പോർട്ട് വാങ്ങാന്ന്. അങ്ങനെ നമ്മളും പാസ്പോർട്ടൊക്കെ വാങ്ങി സീലൊക്കെ അടിച്ചു. നമ്മൾ സീലൊക്കെ വെച്ച് മുന്നിലേക്ക് നടന്നപ്പോഴാണ് അറബിക് സ്വീറ്റ്സായ ലുക്കൈമത്ത് കണ്ടത്. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അതും കഴിച്ചുകൊണ്ട് നമ്മൾ മുന്നിലേക്ക് നടന്ന് യമനിലേക്ക് പോയി. നേരെ യമനിലേക്ക് ചെന്നപ്പോൾ അവിടെ എൻട്രൻസിൽ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. നല്ലൊരു ഹെബിസ്കസ് ജ്യൂസ് തന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതും ട്രൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നിലേക്ക് നടന്നു. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് നല്ല ഭംഗിയുള്ള കുർത്തകളുണ്ട്. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് നോക്കി. നല്ല വർക്കൊക്കെ ഉള്ള കുർത്തകളാട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പല തരത്തിലുള്ള നിറയെ കളർ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വില കേട്ടപ്പോൾ ഉണ്ടല്ലോ, ഞാൻ അവിടുന്ന് പതുക്കെ സ്കൂട്ടായി. കല്ല് വെച്ച വളകളും മോതിരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കല്ല് വെച്ച വളകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്കും നേരം നല്ല ഇരുട്ടി. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പല കളറിലുള്ള ലൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രസം, കൊട്ടുമ്മേളമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ പൗലിയനായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി. ചൈനയിൽ പോയി, പിന്നെ ഞങ്ങൾ ജപ്പാനിലൊന്ന് പോയി. അവിടെയൊക്കെ നല്ല നല്ല ഭംഗിയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ നല്ല രസമായിരുന്നു ആ കാഴ്ചകൾ ഇങ്ങനെ കാണാൻ. പല രാജ്യത്തിലുള്ള ഓരോരോ സാധനങ്ങളും വെറൈറ്റി സാധനങ്ങളായിരുന്നു. നമ്മൾ കാണാത്ത പലതും ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ നമ്മൾ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ച് പിന്നെ നമ്മൾ കൊറിയയിലേക്കാണ് വന്നത്. മെയിനായിട്ടും സ്കിൻ കെയർ ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത്. ഗ്ലാസ് സ്കിന്നിൻ്റെ ഐറ്റംസൊക്കെ എല്ലാം ഉണ്ട് അവിടെ. നമ്മൾ അവിടെ നിന്ന് കയറിയിട്ടൊന്ന് ട്രൈ ചെയ്തു. നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് തന്നു. നമ്മളൊന്ന് ട്രൈ ചെയ്തിട്ട് നമ്മൾ നടന്നു. അപ്പോഴേക്കും നല്ല വിശപ്പായി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നിട്ടാണ് നമ്മൾ അവിടെ കൊറിയൻ നൂഡിൽസും അങ്ങനെ കുറച്ച് അവിടുത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ സ്റ്റേജിൽ നല്ലൊരു കൊറിയൻ ഡാൻസ് കളിക്കുന്നുണ്ട് കുട്ടികൾ. അവിടെ നല്ല സോഫ്റ്റായ സ്ലൈം ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ അതിൽ കളിച്ചു. എന്നിട്ട് പുറത്ത് കിടന്നപ്പോൾ നല്ല മെയിൻ സ്റ്റേജിൽ നല്ല ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പോയത് ആഫ്രിക്കയിലേക്കാണ്. ആഫ്രിക്ക വലിയൊരു പൗലിയനായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ നമുക്ക് ഏത് സൈഡ് പോകണം എന്നറിയാതെ നമ്മളിങ്ങനെ നോക്കി നിന്നു. കാരണം ഓരോ സൈഡിലും വെറൈറ്റി സ്റ്റോളുകളായിരുന്നു. ഒരു സൈഡിൽ സ്കിൻ കെയർ നടക്കുന്നുണ്ടായിരുന്നു, കുറേ സൈഡിൽ വേറെ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം സ്കിൻ കെയറിൻ്റെ അങ്ങോട്ട് ചെന്നു. അവിടെ നമ്മൾ ചെന്ന് ഹാൻഡിലൊരു മസാജൊക്കെ ചെയ്തു. നല്ല അടിപൊളി ക്രീമൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ക്രീമൊക്കെ വാങ്ങി. പിന്നെ അവിടെ നല്ല ബാഗുകളുണ്ടായിരുന്നു, കുറേ ഇങ്ങനെ കരകൗശല വസ്തുക്കൾ ഉണ്ടായിരുന്നു. നല്ല നല്ല ഭംഗിയുള്ള നല്ല രസമുണ്ടായിരുന്നു. ക്യൂട്ടായ ചെറിയ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കുറച്ച് മൺപാത്രങ്ങളൊക്കെ കണ്ടു കേട്ടോ. നല്ല ഭംഗിയുള്ള മൺപാത്രങ്ങളായിരുന്നു. അപ്പോഴേക്കും ഉണ്ട് അവിടെ നല്ല ഡാൻസിൻ്റെ ഒരു അനൗൺസിങ്. നമ്മൾ ആഫ്രിക്കൻ ഡാൻസൊക്കെ കണ്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ഇന്ത്യയിലേക്ക് കേട്ടോ. ഇന്ത്യയിലായിരുന്നു ഒരുപാട് നല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ അപ്പോൾ വരുമ്പോഴാണ് ഒരു റോഡ് ഷോ വരുന്നത്. അപ്പോൾ അതിൽ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിങ്ങനെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ സൈഡിലേക്ക് നിന്നു. ഞങ്ങളൊരു ഹൊറർ ഹൗസിൻ്റെ മുന്നിലെത്തി. അവിടെ ഒരു സ്ക്രീനിൽ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് തായ്ലൻഡിലേക്കായിരുന്നു. തായ്ലൻഡിലും ഇതേപോലെ മസാജിങ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കൈ മസാജൊക്കെ അവർ ചെയ്തു തന്നു. നല്ല നല്ല ക്രീമുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതിനുശേഷം അവിടെ നല്ല ഹെർബൽ ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു. ഹെർബൽ തലവേദനയ്ക്കുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു അവിടുന്ന്. നമ്മൾ തായ്ലൻഡിൽ കുറേ സമയം എക്സ്പ്ലോർ ചെയ്തു. അവിടുന്ന് നമ്മൾ കുറച്ച് നല്ല ഡ്രസ്സുകൾ കണ്ടു, വെറൈറ്റി ക്രാഫ്റ്റുകൾ കണ്ടു, മാലകൾ കണ്ടു. അതെല്ലാം കണ്ട് നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം നമ്മൾ വീണ്ടും പോയത് ചൈനയിലേക്കാണ്. ചൈനയിൽ ചെന്നപ്പോൾ അവിടെ കൂടുതലായിട്ടുള്ളതും ഇലക്ട്രോണിക് ഐറ്റംസാണ്, ടോയ് ഐറ്റംസ്,
പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളായിരുന്നു ചൈനയിലുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ചൈന മൊത്തം എക്സ്പ്ലോർ ചെയ്തു. ചൈനയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് മെല്ലെ ഇങ്ങനെ നടന്ന് വന്നപ്പോഴാണ് എല്ലാവരും മേലോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി മേലോട്ട് നോക്കിയപ്പോഴാണ് അവിടെ ഡ്രോൺ ഷോ നടക്കുകയാണ്. നമ്മൾ ഡ്രോൺ ഷോ ഒക്കെ കണ്ട് നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ 2 ഡോളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവർ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.